എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയോട് അലീനയുടെ പഠനത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, അത്യാവശ്യം ഞാനും സഹായിക്കാം, അല്ല മുത്തശ്ശിന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാണ്ട് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അതിനുശേഷം മനു പറയുക, ഞാൻ വന്ന കാര്യം മറന്നുപോയി, മുത്തശ്ശിക്ക് ഒരു ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുക കേട്ടോ. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. ദേണ്ടേടി എനിക്ക് മൊബൈൽ ഫോൺ ഇവൻ മേടിച്ച് തന്നു, എന്തായാലും എൻ്റെ പൊന്നു മോനെ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ചാടുന്നില്ലെന്നേ ഉള്ളൂ, അത്രത്തോളം സന്തോഷമാണ്. അതുപോലെ അലീനയും വിളിച്ച് കാണിക്കുന്നുണ്ട്, വാടി വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അലീനയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുവാണ്, മുത്തശ്ശി എന്നും പറയുന്ന കാര്യമില്ലായിരുന്നു, ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫോൺ വിളിക്കുന്നേ എന്നൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ടേ, അതിനുവേണ്ടി മനുവിൻ്റെ ഫോണിൽ നിന്ന് മുത്തശ്ശിയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. അതിൻ്റെ അകത്ത് സിമ്മൊക്കെ ഇട്ടിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം എല്ലാ ബന്ധുക്കളുടെയും നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മലയാളത്തിൽ തന്നെ. അന്നേരം മനു വിളിക്കും. അന്നേരം ഇത് ആരാടാ എന്ന് ചോദിക്കുമ്പോൾ, ദേ കണ്ടോ എൻ്റെ മെയിൽ എഴുതിയിരിക്കുന്ന മനുശങ്കർ ഞാനാ എന്ന് പറയും. എന്നിട്ട് ഫോണിൽ കൂടെ തന്നെ രണ്ടുപേരുടെ ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് കാണിക്കുവാണ്. മുത്തശ്ശിയോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ, അത്ര സുഖമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, അയ്യോ സുഖം ഇല്ലെങ്കിലും സുഖമാണെന്ന് പറയണ്ടേ കള്ളി എന്ന് പറഞ്ഞിങ്ങനെ കവളെ പിടിച്ച് നുള്ളും നോക്കിക്കൊണ്ട് മനു. അത്യാവശ്യം നല്ല രസമാണ് രണ്ടുപേരുടെ ആ ബോണ്ടിങ് ഒക്കെ കാണാൻ. അന്നേരം മുത്തശ്ശി തിരിച്ചും പറയുന്നുണ്ട്, കെട്ടിക്കാറായി ചെറുക്കനെ, എന്നിട്ടും ഇതുവരെ കുസൃതി മാറിയിട്ടില്ല എന്ന്. അതിനുശേഷം പുറത്തേക്ക് വരുന്ന മനു നമ്മുടെ ബാലേന്ദ്രനോട് സംസാരിക്കുന്നു. അവിടെ അവർക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. വൈജയന്തിക്ക് തന്നെ 4 പേരങ്ങാണ്ട് ആങ്ങളമാരുണ്ട്. അവരാരും വൈജയന്തി വിളിക്കാറോ ഒന്നുമില്ല, അവർ തമ്മിലുള്ള ബന്ധങ്ങളില്ല. ആ കാര്യങ്ങളൊക്കെ പറയുവാണ് ബാലചന്ദ്രൻ. അന്നേരം ബാലേന്ദ്രൻ തന്നെ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലേ, ഞാൻ തന്നെ ഓടി നടന്ന് പണം സമ്പാദിക്കുമല്ലേ, ചിലപ്പോൾ തോന്നും എന്തിനാ ഇതൊക്കെ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അവർ കുറച്ചേരം സംസാരിച്ച് നിൽക്കുന്നതായിരിക്കും ബാലേന്ദ്രൻ, അയ്യോ എനിക്ക് പണം സമ്പാദിക്കാനുള്ള സമയമായി, പോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. അന്നേരം അലീന ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു മനുവിൻ്റെ കയ്യിലേക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴെല്ലാം മുകളിൽ നിന്ന് രോഹിത് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അലീനയെ ട്രാപ്പ് ചെയ്യാനുള്ള ദിവസം അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നാണ്. ബാക്കി എല്ലാവരും പോയി കഴിയുമ്പോഴും മനു അവിടുന്ന് പോകണ്ടേ, എന്നാലല്ലേ ഇവന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുവാണ് മനു ഉണ്ടോയെന്ന്. അപ്പോൾ മനു അവിടെ നിന്ന് അലീനയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനുണ്ടായിരുന്ന ആ സമയം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് മുത്തശ്ശനായിരുന്നു. ആ വിടവ് നികന്ന് വരാൻ ഇനി ഒരുപാട് സമയമെടുക്കും, എനിക്ക് ഒരുപാട് വിഷമമായി മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അലീന സമാധാനിപ്പിക്കുന്നുണ്ട്, സാരമില്ല, മുത്തശ്ശനെ കുറേ നല്ല ഓർമ്മകളെങ്കിലും മനസ്സിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മുത്തശ്ശൻ അന്ന് എന്നെ ആദ്യമായിട്ട് കാണാൻ വന്ന ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചായിരുന്നു, നന്നായി വരണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചായിരുന്നു എന്ന് പറയുമ്പം മനു പറയുവാണ്, നന്നായി വരണം, അതെൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്, അതുകൊണ്ട് പഠിക്കണം, ഒരു ജോലി മേടിക്കണം, അതിനൊക്കെ ഞാനും സഹായിക്കാം എന്നൊക്കെ മനു പറയുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശൻ അന്ന് പറഞ്ഞ ആ സീനുണ്ടല്ലോ, അത് മനസ്സിലേക്ക് വരുവാണ്. കയ്യെ പിടിച്ച് പറഞ്ഞായിരുന്നല്ലോ, നീ അവളെ കൈവിടരുത്, എപ്പോഴും കണ്ണെത്തുന്ന ദൂരത്ത് നീ ഉണ്ടാവണം, അവൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കണം, അത് നമ്മുടെ കടമയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ ആ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കും കേട്ടോ മനു. അങ്ങനെ മനു ഇങ്ങനെ ഓർത്ത് നിൽക്കുമ്പോൾ മനുവായിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞ് അലീന ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് മുത്തശ്ശനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്ന മനു. അന്നേരം മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് രോഹിത്ത്. കാരണം മനു അങ്ങ് പോവുകയാണെങ്കിൽ രോഹിത്ത് പോകുന്നില്ല എന്ന് കോളേജിൽ, അങ്ങോട്ടേക്ക് ഹരിയും വരും. അങ്ങനെ അവർക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മനു പുറത്തേക്ക് പോകാത്തതുകൊണ്ട് അവൻ ആകെ ടെൻഷൻ ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോവുകയാണ്. കുറേ നേരം അതിനുശേഷം പുറത്തിറങ്ങി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് മനു പോകുമോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. പോകുന്നില്ല എന്നറിയുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരുന്നു. മനുവിനെ കണ്ടതായി പോലും ഭാവിക്കാതെ നേരെ ഇറങ്ങി അങ്ങ് പോവുക. അന്നേരം എടാ രോഹിത്തെ എന്ന് പറഞ്ഞ് മനു വിളിക്കും. എന്നിട്ട് മനു അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആകെ ഒരു ചെറിയൊരു പരിങ്ങിലൊക്കെയാണ് അവൻ മനുവിനോട് ചോദിക്കും, ആഹാ മനുവേട്ടനോ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുക, ആദ്യമായിട്ട് കാണുന്ന പോലെ. അന്നേരം ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി, എങ്ങനെയുണ്ട് നിൻ്റെ കോളേജും പഠനവും ഒക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്നും സ്ട്രൈക്കാ എന്ന് പറയും. അന്നേരം എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ആര് നോക്കാൻ, ഒരുപാട് പഠിക്കാനുണ്ടെന്നേ, അതുകൊണ്ട് ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നു. അന്നേരം മനു ചോദിക്കുവാണ്, നീ ഹരിയെ കാണാറുണ്ടോ, ഹരിയെ വിളിക്കാറുണ്ടോ എന്ന്. അന്നേരം ഇല്ല വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ, നീ അങ്ങോട്ട് വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല മനുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ, അതിനൊന്നും സമയമില്ല, നീ അങ്ങനെ കാണാറില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അയ്യോ എനിക്ക് ഇന്ന് ക്ലാസ് ഉള്ളതാണ്, സ്പെഷ്യൽ ക്ലാസ് ഉള്ളതാണ്, പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരം മനുവിന് എന്തൊക്കെയോ ഒരു സംശയം പോലെ മനു ഇങ്ങനെ രോഹിത്ത് ഇറങ്ങി പോകുന്നത് നോക്കുന്നു. അത് കഴിഞ്ഞ് അലീന അവിടെ ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു.
നിൽക്കുമായിരുന്നു. അലീനയും ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട്. എന്തോ മനുവിന് എന്തോ സംശയമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. ഏതായാലും ഈ പുറത്തോട്ട് ഇറങ്ങി വരുന്ന രോഹിത്തിന് പോകണോ വേണ്ടിയോ എന്നൊരു സംശയം. കാരണം മനു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന് പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറേ നേരം ബൈക്കിൻ്റെ മണ്ടയിൽ കയറിയിരിക്കും. എന്നിട്ട് ബൈക്ക് പയ്യെ ഉരുട്ടിക്കൊണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ട് വയ്ക്കുവാണ് മനു ഇറങ്ങി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അന്നേരം കറക്റ്റ് മനുവിനൊരു ഫോൺ കോൾ വരും. ആ ഫോൺ പിടിച്ചുകൊണ്ടാണ് മനു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് മനുവേട്ടൻ പോകുന്നത്, എൻ്റെ ബൈക്കിനൊരു കംപ്ലയിൻറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് മനു. അന്നേരം കറക്റ്റ് ബാലേന്ദ്രനും ഇറങ്ങി വരുന്നു. ബാലേന്ദ്രൻ മനുവിനോട് സംസാരിക്കുമ്പോൾ ഒരു അർജൻറ്റ് കോളായതെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് ഇറങ്ങി പോകും. അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് ഇറങ്ങി വരുമ്പോൾ പിന്നെ ബൈക്കും പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവനും പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ഇടവഴിയിൽ ഒരു സ്ഥലത്ത് എന്നുവെച്ചാൽ വീട് കാണാവുന്ന ഇടയ്ക്ക് അങ്ങോട്ട് ഇറക്കി ബൈക്ക് നിർത്തിയിട്ട് അവിടെ ഒളിച്ചിരിക്കുവാണ് മനു ഇറങ്ങി പോകുന്നത് കാണാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് ഹരിയെ വിളിക്കുന്നുണ്ട്. ഹരി അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറി ലൈം ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനെ വിളിച്ച് പറയും, എടാ ഇപ്പം നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, വീട്ടിൽ ആളുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ഇന്ന് വൈജാൻറ്റി പോയില്ലേ എന്ന് ചോദിക്കുക. അന്നേരം അവരെല്ലാം പോയി, ഇവിടെ മനുവേട്ടനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങേര് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും, അങ്ങേർക്ക് എറണാകുളത്തേക്ക് പോകാനുള്ളതല്ലേ അതുകൊണ്ട് പൊക്കോളും, കുഴപ്പമില്ല, നീ കുറച്ച് കഴിയുമ്പം അങ്ങേര് പോയി കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുവാണ്. മനു പോയി കഴിയുമ്പം അന്നേരം ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് മനു പോകുന്നുണ്ടോ എന്ന് അവിടെ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് രോഹിത്. ഈ സമയം അലീനയുടെ റൂമിൻ്റെ മുത്തശ്ശിയുടെ ഇങ്ങനെ റൂമുണ്ടല്ലോ, ആ റൂമിൻ്റെ വാതിൽ അടയുന്നില്ല. അത് ശരിയാക്കാൻ വേണ്ടി അകത്തോട്ടും പുറത്തോട്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന. അന്നേരം മനു അങ്ങോട്ട് കയറി ചെന്നിട്ട് ചോദിക്കുമ്പോൾ ഇതെന്നെ കാണിക്കുമോ, അടയ്ക്കുവാണോ അതോ തുറക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചില സമയത്ത് അടയൂലെന്നേ, അടഞ്ഞു കഴിഞ്ഞാൽ തുറക്കാനും പറ്റില്ല, ഞാനിപ്പം കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, തുറക്കാൻ കുറേ കഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുക. അന്നേരം അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞാൽ മനു അത്തിപ്പിടിച്ച് രണ്ട് തിരിയൊക്കെ തിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ശരിയാകുന്നുണ്ട്. അന്നേരം മനു ഇത് ശരിയായല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി കളയാക്കി പറയുവാണ് നിന്നെ പേടിച്ചിട്ടായിരിക്കുമെന്ന്. എന്നിട്ട് മുത്തശ്ശിയോടും അലീനയോടുമായിട്ട് പറയുവാണ് ഈ മൊബൈൽ ഫോൺ ഞാൻ മേടിച്ചു തന്നത് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിളിക്കാനാണ്, അതേത് പാതിരാത്രിയിലാണെങ്കിലും വിളിച്ചോണം എന്നിങ്ങനെ മുത്തശ്ശിയോട് പറയും. എന്നിട്ട് അലീനയോട് പറയും ഈ പറഞ്ഞത് തനിക്കൂടെ ബാധകമാട്ടോ എന്ന്. അന്നേരം അതേ ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് യാത്ര പറഞ്ഞ് മനു ഇറങ്ങുവാണ്. മനു പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് ചെയ്തുകൂടെ നിനക്ക് ജോലി എന്ന്. അന്നേരം എൻ്റെ റൂമിലിരുന്ന് ചെയ്താലേ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. മനു പോരുന്ന കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അലീനയും. എന്നിട്ട് വണ്ടി കയറി പോകുന്നതിന് മുമ്പ് മനു രേവതിക്കുട്ടിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വന്നതിന് ശേഷം വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവളെ വിളിക്കുന്ന കാര്യം മറന്നുപോകും, ഫോണുള്ള കാര്യം പോലും ചിലപ്പം മറന്നുപോകും, അത് ഉപയോഗിക്കാറില്ലായിരുന്നതുകൊണ്ട് ചാർജ് ചെയ്യാൻ പോലും മറന്നു പോവുക എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട് അത് സാരമില്ല പയ്യെ ശരിയായിക്കോളും, ഇത്ര കാലം കയ്യിലില്ലാത്ത ഒരു സാധനമല്ലേ, അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റായി വരുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ പറയും. എന്നിട്ട് മനു അലീനയോട് പറയുന്നുണ്ട് എനിക്ക് രേവതിക്കുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇത്തിരി കുസൃതിയുള്ള പെൺകുട്ടിയല്ലേ അവൾ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അതുപോലെ ആൻറ്റിയും അങ്കിളിനെയും ഒക്കെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം, രേവതിക്കുട്ടി കയറി ചെന്ന വീട് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പം അത് അവളുടെ ഭാഗ്യം, ഏതായാലും അവർ നന്നായിട്ടാണ് അവളെ നോക്കുന്നത് എന്നൊക്കെ പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ മനു പോകാൻ തുടങ്ങുമ്പം രേവതി മനുവിനോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന്, ഒരു സത്യം ചോദിച്ചോട്ടെ എന്ന്. എന്നിട്ട് ഇത്രയും നേരം പറഞ്ഞത് നുണയാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ സത്യമാണ്, അതിൻ്റെ കൂടെ മറ്റൊരു സത്യം കൂടിയാണ് ചോദിക്കാൻ പോകുന്നത്, എനിക്കിഷ്ടമുള്ള എല്ലാവരും മനുവേട്ടനും ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പം അതങ്ങനെയാണ്, അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. അതൊക്കെ മനസ്സിലായി എന്ന് പറയുമ്പം മനു പറയുക ആദ്യമായിട്ട് ഞങ്ങൾ ആ സ്നേഹസദനത്തിൽ വന്നപ്പം കണ്ട ആ നിമിഷം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, എന്തോ ഒരു ഇഷ്ടം തോന്നിയതാണ്, അതിനുശേഷം എനിക്ക് കാണാനും മിണ്ടാനും ഓർക്കാനും ഒക്കെ ഇഷ്ടമാണ്, അതെന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, നേരത്തെ എനിക്ക് ഈ കടപ്പാട്ടൂർ വീട് അത്ര ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ടോ ഈ വീടും എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. മനുവിൻ്റെ ആ പറച്ചിലൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയാണ്, ഒരു ഇഷ്ടമൊക്കെ തോന്നും. ഏതായാലും അത്രയൊക്കെ പറഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞ് മനു വണ്ടി കയറി പോകുന്നു. മനു പോകുന്നുണ്ടോ നോക്കിയിരിക്കുമായിരുന്നു രോഹിത്. പോയി കഴിയുമ്പോഴേക്കും അവന് സന്തോഷമാകും. അത് കഴിഞ്ഞ് അലീന അകത്തോട്ട് കയറി വരുന്നു. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മനു പോയി എന്ന് പറയുമ്പോൾ വാതിലൊക്കെ കുറ്റിയിട്ടായിരുന്നു എന്ന് ചോദിക്കും. കുറ്റിയിട്ടു എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുവാണ് നീ രാവിലെ 5 മണി തൊട്ട് വർക്ക് ചെയ്യുന്നില്ല, ഓരോ പണികൾ എടുക്കുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കുക വെച്ചേ കുറച്ച് നേരം എന്ന് പറയും. അന്നേരമാണ് മുത്തശ്ശിക്ക് കഴിക്കാനുള്ള അരിഷ്ടം എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അലീന. അരിഷ്ടം കുടിച്ചു കഴിയുമ്പോൾ മുത്തശ്ശി പറയുവാണ് ഞാനൊന്ന് മയങ്ങുവാട്ടോ, അരിഷ്ടം കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം, ഒന്ന് മയങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ മുത്തശ്ശി ഉറങ്ങിക്കൂ എന്ന് അലീനയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. അത് കഴിഞ്ഞ് അലീന പുറത്തേക്ക് വരുമ്പം പുറത്ത് കോളിംഗ് ബെല്ലടിച്ചിട്ട് നിൽക്കുവാണ് നമ്മുടെ രോഹിത്തിനെ കാണുമ്പം അലീന പെട്ടെന്ന് വാതിൽ ഓർക്കുന്നു. അവൻ റൂമിലേക്ക് പോകുന്നു. അവന് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് വേണമെന്ന് പറയുവാണ്. ഈ സമയം നമ്മുടെ അലീനെ
രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം ഇവിടെ രോഹിത്ത് വന്നു, അവൻ്റെ റൂമിലേക്ക് ഞാൻ നാരങ്ങ പോകുവാണ് എന്നൊക്കെ രേവതിക്കുട്ടിയോട് അലീന പറയുന്നുണ്ട്. അതുപോലെ അങ്ങോട്ടേ ഹരി വരുന്നുണ്ട്. അന്നേരം ടെൻഷനോടെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ പണി എന്താ, നീ എന്താ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ക്യാപ്സൂൾ എങ്ങനെയെങ്കിലും അവളെ വയറ്റിലാക്കണം എന്നും അവൻ പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആണ് പ്രമോ ആയിട്ട് കാണിച്ചത്.